നമസ്തേ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ ഗുരു തന്നെയാണ്. മർമ്മകലയുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ദ മാൻ ഹൂ ഡസൻ നീഡ് ഇൻട്രൊഡക്ഷൻ, ഡോക്ടർ AK പ്രകാശൻ ഗുരുക്കൾ. ഗുരുക്കളെ നമസ്തേ. നമസ്തേ. ഞാൻ ഒരു ചെറിയ എൻ്റെ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഗുരുക്കളെ പറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഗുരുക്കളായിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എൻ്റെ പ്രേക്ഷകർക്ക് തരുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ പേര് AK പ്രകാശൻ ഗുരുക്കൾ എന്നാണ്. ഞാൻ മർമാശ്രമം എന്ന സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അവിടെ മർമ്മ ട്രീറ്റ്മെന്റ് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ വരുന്ന രോഗികൾക്ക് മർമ്മ ട്രീറ്റ്മെന്റ് പ്രയോഗിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഫലമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം രോഗികളും അതുപോലെ പഠിക്കാൻ വേണ്ടിയുള്ള ശിഷ്യന്മാരും ഇവിടെ കൊല്ലത്തെത്തുന്നുണ്ട്. അപ്പോൾ അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഗുരുക്കളുടെ ചൈൽഡ്ഹുഡും കളരി പഠിച്ചതും അതിനെ പറ്റിയൊക്കെ ഒന്ന് തുടങ്ങാം, ഒരു ആസ് എൻ ഇൻട്രൊഡക്ഷൻ. ചെറുപ്പത്തിൽ അമ്മയിൽ നിന്ന് കിട്ടിയ ദീക്ഷ തൊട്ട് അതൊക്കെ ഒന്ന് ടച്ച് ബേസ് ചെയ്ത് പോകാൻ പറ്റുമോ? ശരി. അതിന്റെ ജന്മം 1941 കണ്ണൂർ തളാപ്പ് എന്ന പ്രദേശത്താണ്. അവിടെയാണ് ജനിച്ചതെങ്കിലും വളർന്നത് അച്ഛന്റെ പ്രദേശമായ കൊല്ലത്താണ്. അപ്പൊ അമ്മ കണ്ണൂരും അച്ഛൻ കൊല്ലത്തുമാണ് ജീവിച്ചിരുന്നത്. മാരേജിന് ശേഷം കുടുംബമായിട്ട് കൊല്ലത്ത് തന്നെ കഴിയുന്നു. ഇപ്പോൾ എനിക്ക് 83 വയസ്സായി. വിദ്യാഭ്യാസം എല്ലാം കൊല്ലത്ത് തന്നെയായിരുന്നു. അതിനിടയിലാണ് പല ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് മർമ്മ ചികിത്സയും അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് മെഡിസിനിലെ MDയും അതിൽ തന്നെ PhDയും കൽക്കട്ടയിൽ പോയി എടുക്കുകയും അതേ തുടർന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മർമ്മ ചികിത്സയിലും മർമ്മ സ്റ്റഡീസിലും കൂടുതൽ താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വർഷക്കാലമായി തുടരുന്നു. അതിനോടൊത്ത് റിസർച്ച് വർക്കുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ലോകം മുഴുക്കുള്ള ഈ മർമ്മ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരുമായിട്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ചൈന, റഷ്യ, മലേഷ്യ, സിംഗപ്പൂർ അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ധാരാളം ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ബന്ധവും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഗുരുക്കളുടെ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു പോകാമോ? 3-4 പേരുള്ളവരില് ഏതൊക്കെ കാലഘട്ടങ്ങളായിരുന്നു, അവരുടെ പേരുകളും ഒക്കെ പറഞ്ഞു. ആദ്യത്തെ ഗുരു അമ്മ തന്നെയാണ്. അമ്മ ഒരു കണ്ണൂരിലാണ് താമസിച്ചിരുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഒരു സിദ്ധൻ കണ്ണൂരിൽ വരികയും അദ്ദേഹം ആ കുടുംബത്തിന്റെ തന്നെ സഹായത്തോടുകൂടി അവിടെ താമസിക്കുകയും അമ്മയെ സിദ്ധവൈദ്യവും അതുപോലെ തന്നെ മർമ്മ ചികിത്സയും അതുപോലെ തന്നെ വിവിധ ക്രാഫ്റ്റ് വർക്കുകളും ഒക്കെ പഠിപ്പിച്ച് അതിലെല്ലാം ഒരു ഉന്നതമായ സ്ഥാനം അമ്മയ്ക്ക് നൽകുകയുണ്ടായി. അതേ തുടർന്ന് കൊല്ലത്ത് വന്ന് ജീവിതം തുടങ്ങിയപ്പോഴാണ് എന്റെ ജന്മവും. അതിനെ തുടർന്ന് ഞാൻ കൂടുതൽ ഈ യങ് സ്റ്റേജിൽ തന്നെ അമ്മയിൽ നിന്ന് കിട്ടിയ കുറെ അറിവുകൾ വിവിധ തരത്തിലുള്ളതായിരുന്നു. ആ അറിവുകളാണ് എന്നെ വളർത്തിയത്. ഈ രംഗത്തേക്ക് റിസർച്ച് ചെയ്യുവാനും മർമ്മ ചികിത്സയും അതുപോലെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള നാച്ചുറോപ്പതിയും അങ്ങനെ വിവിധ വിഷയങ്ങൾ അമ്മ പഠിപ്പിക്കുകയും അതിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുകയും ചെയ്തു. തുടർന്ന് ഗവേഷണങ്ങളും അതുപോലെ തന്നെ ഈ ആൾട്ടർനേറ്റീവ് മെഡിസിനിലേക്കുള്ള പ്രവേശനവും അതിൽ MDയും PhDയും കൽക്കട്ടയിൽ പോയി എടുക്കുകയും കൂടുതൽ കാര്യക്ഷമമായി ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തു വരികയാണ്. ഗുരുക്കൾ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്,
ഗുരുക്കള് അഹമ്മദ് കുഞ്ഞ് ആശാൻ, അങ്ങനെ 2-3 ഗുരുക്കന്മാരിൽ നിന്നാണ് ദീക്ഷ എടുത്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രാദേശികമായ പല ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെടുകയും അഭ്യാസം, കളരി അഭ്യാസവും അതുപോലെ തന്നെ മർമ്മ ചികിത്സയെ പറ്റിയുള്ളതും തിരുമൽ ചികിത്സ അങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുക്കന്മാർ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതായത് 14 വയസ്സിന് ശേഷം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഗുരുക്കന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഈ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടായി അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അതില് അഹമ്മദ് കുഞ്ഞ് ആശാനും അതുപോലെ തന്നെ കോട്ടയത്ത് കുമാരൻ ആശാനും കടത്തനാട് ബായി ആശാനും കൃഷ്ണൻകുട്ടി ആശാൻ, അങ്ങനെ വിവിധ രംഗങ്ങൾ പ്രാഗൽഭ്യം ലഭിച്ചിട്ടുള്ള വിവിധ ആശാന്മാരുമായിട്ട് സഹകരിക്കുകയും അവരുടെ അറിവുകൾ സ്വീകരിക്കുകയും അതിൽ കൂടി തന്നെ മർമ്മ ചികിത്സയ്ക്ക് വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. ആ തരത്തിലാണ് ഞാൻ വളർന്നു വന്നത്. ഗുരുക്കന്മാരുടെ സഹായം വളരെ വലുതാണ്. മലബാറിലുള്ള ഗുരുക്കന്മാര്, കേരളത്തിലുള്ള പ്രത്യേകിച്ച് തിരുവിതാംകൂറുള്ള ഗുരുക്കന്മാര്, തെക്കൻ തിരുവിതാംകൂറുള്ള ഗുരുക്കന്മാര്, അങ്ങനെ അനേകം ഗുരുക്കന്മാരുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചകളും അറിവുകളും എല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് മർമ്മ ചികിത്സയിലും അതുപോലെ കായികമായിട്ടുള്ള മറ്റ് എക്സർസൈസ് തെറാപ്പി പോലെയുള്ള വിവിധ വിഷയങ്ങളിൽ എന്റേതായുള്ള കഴിവുകൾ പ്രയോഗിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഗുരുക്കൾക്ക് തെക്കൻ ശൈലിയും വടക്കൻ ശൈലിയും ഒരുപോലെ ഇതാന്നുള്ളതാണ് എന്റെ അറിയാം. വടക്കൻ ശൈലി എന്ന് പറഞ്ഞാൽ മലബാറിലുള്ള പഴയ കാലത്തെ ട്രീറ്റ്മെന്റ് സിസ്റ്റവും കൂടാതെ അവിടുത്തെ അഭ്യാസത്തിന് പ്രത്യേകതയുണ്ട്. തെക്കൻ തിരുവിതാംകൂറിലുള്ളത് തെക്കൻ രീതിയിലുള്ള തമിഴ് ചൊവ്വയുള്ള പ്രധാനപ്പെട്ട അഭ്യാസ ശൈലിയാണ്. വടക്കൻ കളരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് വടക്കൻ മലബാറിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യാസവും അതുപോലെ തന്നെ തന്ത്രമന്ത്രാദികളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ നമ്മളുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ശിവയോഗമാണ് ഞാൻ ഗുരുക്കളുടെ അടുത്ത് നിന്ന് ദീക്ഷ എടുത്തിരിക്കുന്നത്. ശിവയോഗത്തിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ നന്നായിരിക്കും. ശിവം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ജീവൻ തന്നെയാണ്, ജീവനാണ്. ജീവന്റെ പ്രാരംഭം മുതൽ അതിന്റെ വളർച്ചയും അതിന്റെ അവസാന കാലം വരെയുള്ള ചേഞ്ചസ്, ഒരു മനുഷ്യനുണ്ടാകുന്ന ചേഞ്ചസ് ഒരു യോഗ സമ്പ്രദായത്തിൽ കൂടി പറയുകയാണെങ്കിൽ ശിവയോഗം എന്ന് പറയാം. ആ ശിവയോഗം കൊണ്ട് ജീവനെ എങ്ങനെ സുരക്ഷിതമായി നിലനിർത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ മനുഷ്യന്റെ വിവിധ തരത്തിലുള്ള വാസനകൾ, പ്രത്യേകിച്ച് സ്വഭാവ രീതികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, അതിലുണ്ടാകുന്ന നന്മയും തിന്മയും എല്ലാം ഒരു ജീവിതത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് എത്രത്തോളം നന്മയോടുകൂടിയുള്ള ജീവിതം നയിക്കാൻ കഴിയുമോ അങ്ങനെ മനുഷ്യനെ കൺവെർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ശിവയോഗത്തിന്റെ ലക്ഷ്യം. ശിവം എന്ന് പറയുന്നത് തന്നെ ജീവൻ എന്നും ശിവയോഗം എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു പഠനം തന്നെയാണ്. അത് ധാരാളമായി, അത് കുറച്ച് ഹൈലി സ്പിരിച്വൽ ആണ്. അതുകൊണ്ട് അത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് കണക്കാക്കണം. അത് സുബ്രഹ്മണ്യ അഗസ്ത്യ പരമ്പരയാണ് അല്ലേ? അഗസ്ത്യ പരമ്പരയാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുകയും അങ്ങനെ ശിഷ്യ പരമ്പര അന്ന് മുതൽ തുടർന്നു വരുന്നത് ഇങ്ങനെ ഒരു ചെയിൻ ആക്ഷനായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിലൊരു കഴിഞ്ഞത് വളരെ സൗഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. അതിൽ കൂടുതലും അറിയുവാനും പഠിക്കുവാനും ഒക്കെയുള്ള സന്ദർഭം ഈശ്വരൻ നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. എനിക്കും ഒരു ഭാഗ്യം ഉണ്ടായി, ഗുരുക്കളുടെ അടുത്തു നിന്ന് അതിന്റെ ദീക്ഷ എടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം വിദ്യാർത്ഥികൾ ഈ തരത്തിൽ വന്ന് ദീക്ഷ എടുത്തിട്ടുണ്ട്. അത് അവരെല്ലാം ഈ രംഗത്ത് നല്ലോണം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ എല്ലാം നന്മ എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പറയാനുള്ളത്. ഓക്കെ. അപ്പൊ അതിന്റെ കോഴ്സുകളൊക്കെ ഗുരുക്കൾ എങ്ങനെയാ, അത് മർമാശ്രമത്തിലാണോ കൊടുക്കുന്നത് അതോ എങ്ങനെയാണ്? മർമാശ്രമത്തിൽ വിദേശങ്ങളിൽ പോയി കൊടുത്തിട്ടുണ്ട്. 10-21 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത റഷ്യ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ക്യാമ്പ് ചെയ്തും വിദ്യാർത്ഥികൾക്ക് ഈ വിഷയങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ കൊല്ലത്ത് മർമാശ്രമത്തിൽ വന്ന് ഈ വിദ്യ പഠിക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, ഒരു
ഒരു കാര്യം കൂടെ, ഗുരുക്കൾ ഒരിക്കലും ഇത് ഓൺലൈനിൽ കൂടെ ദീക്ഷ കൊടുക്കാറില്ല. ഇതെല്ലാം വളരെ ഗുപ്തമായിട്ടുള്ള കലകളാണ്. അപ്പം ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മർമാശ്രമത്തിൽ വന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഗുരുക്കളുടെ ഓൺസൈറ്റ് വിസിറ്റുകളിൽ അംഗമാകും. ഇതാണ് ദീക്ഷ എടുക്കാനുള്ള ഒരു മാർഗം. കമ്മിങ് ബാക്ക് ഗുരുക്കളെ, നമുക്ക് ജസ്റ്റ് ആത്മരക്ഷ തന്ത്ര എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ പറ്റി ഗുരുക്കളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പല പല വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് ടച്ച് ബേസ് ചെയ്ത് പോവാം. ആത്മരക്ഷാ തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സ്വയം നമ്മുടെ ജീവനെ നിലനിർത്താൻ എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ശാസ്ത്രമാണ്. അത് ശാസ്ത്രീയമായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ ശരീരം, ജീവൻ, പ്രാണൻ, ആത്മാവ് എന്നൊക്കെ പല തട്ടുകളായിട്ട് ഒരു ജീവിതത്തിന്റെ കാലഘട്ടത്തെ തിരിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ആത്മീയമായിട്ടുള്ള അറിവുകൾ നേടുകയും ജീവന്റെ അപ്പുറത്ത് ഒരു ശക്തിവിശേഷം പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് ജീവികൾക്കുണ്ടെന്നും ആ ജീവനെ നിലനിർത്തുന്നത് ആ ശക്തിയാണെന്നുള്ള ധാരണയും അതിന്റെ അറിവുകളും കുറച്ച് സ്പിരിച്വലിസം കൂടെ കലർന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ദൈവീയമായ കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള തോന്നലുകളും അതിന്റെ അനുഭവങ്ങളും എല്ലാവർക്കും ആലോചിച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ജീവന്റെ നിലനിൽപ്പിന് നമ്മൾ മാത്രമല്ല ഏതൊരു അദൃശ്യമായ ശക്തിവിശേഷം പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവുകയും അതോടുകൂടി നമ്മൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ശക്തി, അതിന്റെ കഴിവുകൾ, അത് നേടിയെടുക്കാനുള്ള മാർഗങ്ങള്, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങള്, അത്തരം വിഷയങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് ശാരീരികം മാത്രമല്ല ആത്മീയമായിട്ടുള്ള ബന്ധവും ഒരു രീതിക്ക് ഉണ്ട് എന്നുള്ള എത്തിച്ചേരലിലാണ് അത് കൂടുതൽ വികസിച്ചു വരികയും കൂടുതൽ ജീവനെ പറ്റിയും ജീവിതത്തെ പറ്റിയും ഒക്കെ പഠിക്കുകയും ചെയ്യും. ഓക്കെ, ആത്മരക്ഷ തന്ത്ര എന്ന് പറയുന്നുള്ള ആ ഒരു ബുക്ക് ഗുരുക്കളുടേത്, അത് ആമസോണിൽ അവൈലബിൾ ആണോ അതോ ബുക്കായിട്ട് മർമാശ്രമത്തിൽ വന്ന് വാങ്ങിക്കുകയാണോ? എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ബുക്കായിട്ട് തന്നെ അയച്ചു കൊടുക്കാൻ കഴിയും. മർമാശ്രമത്തിൽ അതിന്റെ കോപ്പികൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറെ ചില പ്രത്യേക ഫംഗ്ഷൻ വരുന്ന സമയങ്ങളിലെല്ലാം ആ ഫംഗ്ഷനോടനുബന്ധിച്ച് ബുക്കുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ ധാരാളം ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അതിനകത്തെ കുറെ ഇതിലേക്ക് സബ്ജക്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഗുരുക്കളെ എന്താണ് നാഡി, എന്താണ് ഗ്രന്ഥി? അത് നമ്മളുടെ ഗുരുക്കൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് നമ്മളുടെ ഒരു മെയിൻ ഒരു റോഡാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ ശരീരശാസ്ത്രം മുഴുവൻ ആദ്യം പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിച്ച പുസ്തകത്തിൽ അത് തന്നെ ശരീരശാസ്ത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നാഡിയെ പറ്റിയും ഗ്രന്ഥിയെ പറ്റിയും ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ പറ്റിയും അതിന്റെ പ്രവർത്തനത്തെ പറ്റിയും എല്ലാം വളരെ വിശദമായ പുസ്തകത്തിലും അതുപോലെ തന്നെ പഠന രീതികളിലും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ശരീരം എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, അതിനെ നിയന്ത്രിക്കുന്ന ഒരു മനസ്സുണ്ടെന്നും ആ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ആത്മബോധം ഉണ്ടെന്നും ആ ബോധാവസ്ഥയിൽ കൂടിയാണ് നമുക്ക് അറിവുകൾ ലഭിക്കുന്നതെന്നും ആ ബോധതലത്തിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ് മറ്റ് അനർത്ഥങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ശരീരത്തെ പറ്റിയും മനസ്സിനെ പറ്റിയും ബോധത്തെ പറ്റിയും അതുപോലെ തന്നെ ആത്മീയമായ അറിവുകളെ പറ്റിയും പല തലത്തിൽ തന്നെ നമ്മൾ അറിവുകൾ നേടുകയാണ് ആത്മരക്ഷയിൽ കൂടെ. അപ്പൊ ആത്മരക്ഷ എന്ന് പറയുമ്പോൾ ജീവനെ നിലനിർത്തുന്നതിനുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് സാധാരണ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം വ്യക്തവും, നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്താനുള്ള കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. അപ്പൊ അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ജീവൻ എപ്പോൾ ആ ജീവന് അപകടം വരുമെന്ന് ഉള്ളത് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾക്ക് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ സമാധാനമായി ജീവിക്കാനും മനസ്സിനെ അടക്കി വെക്കും. മനം തന്നെ അടക്കം വേണം, കൊടിയതാണ് കോപമെല്ലാം തുലയ്ക്ക വേണമെന്ന് അഗസ്ത്യൻ പറയുന്നത്. അപ്പൊ കോപം ഉണ്ടാകാത്ത ഒരവസ്ഥയും മനസ്സിനെ നല്ലപോലെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവും ബുദ്ധിശക്തിയും എല്ലാം മനുഷ്യൻ വളർത്തിയെടുക്കേണ്ട കാലമാണിത്.
അപ്പൊ അങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം എത്രത്തോളം ദീർഘമായി കൊണ്ടുപോകാൻ കഴിയുമോ അത്രത്തോളം അത് പ്രയോജനകരമായി പ്രയോഗിക്കാൻ പറ്റും. ഒരിക്കലും അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ബലങ്ങളാണ് ഉള്ളത്, ഏതൊക്കെ തരത്തിലുള്ള കോശങ്ങളാണുള്ളത്, അതിനൊക്കെയുള്ള എക്സസൈസിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? ശരീരത്തിലെ കോശങ്ങൾ 5 പ്രധാനപ്പെട്ട അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് പറയുന്ന 5 പ്രധാന കോശങ്ങളാണുള്ളത്. ആനന്ദമയമാണ് ഏറ്റവും അവസാനമായി അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായതും എന്നാൽ ഏറ്റവും പ്രയോജനകരമായതും. ഒരു ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ആനന്ദമയ കോശം വികസിക്കണം. അറിവില്ലെങ്കിൽ ആനന്ദമയ കോശം വികസിക്കത്തില്ല. അപ്പൊ അറിവിൽ കൂടി വന്നാൽ മാത്രമേ ഈ കോശങ്ങളെല്ലാം വികസിപ്പിക്കാൻ കഴിയും. അപ്പൊ അതിന് പ്രത്യേകമായ പഠനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ശരീരശാസ്ത്രത്തെ മൊത്തം അവനവൻ ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള ബോധം ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള വിഷയം. അവനവൻ ആരാണ്, അവനവന്റെ ശരീരം എന്താണ്, മനസ്സെന്താണ്, ആത്മബോധം എന്താണ്, ഭൗതിക അറിവ് എന്താണ്, ഇതെല്ലാം പഠിക്കാനും പഠിപ്പിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം നയിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും. ഓക്കെ, ഈ മന്ത്രമഹാത്മ്യത്തിനെ പറ്റി ഒന്ന് പറയാമോ ഗുരുക്കളെ? മന്ത്രമഹാത്മ്യം, മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കുന്ന ഒരു കഴിവാണ്. ഇപ്പം നമ്മള് മന്ത്രം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമുക്കിപ്പം 10 എത്രയാണെന്ന് ചോദിച്ചാൽ 20 ആണെന്നായി എത്ര നിസ്സാരമായിട്ട് വിദ്യാർത്ഥികൾക്ക് പറയാൻ കഴിയും. അതുപോലെ ആവർത്തനങ്ങൾ കൊണ്ട് ഓരോ വിഷയങ്ങളും മനസ്സിൽ ദൃഢമാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് മന്ത്രങ്ങൾ. അപ്പൊ ആവർത്തനം ഇല്ലെങ്കിൽ മന്ത്രങ്ങളില്ല. അപ്പൊ നമ്മുടെ പേര് തന്നെ ഇപ്പൊ എന്റെ പ്രകാശൻ ഗുരുക്കൾ എന്ന ആളുകൾ വിളിക്കുന്നു. ആദ്യം അങ്ങനെ വിളിച്ചാൽ അറിയുമായിരുന്നില്ല. പക്ഷെ പിന്നീട് പലരും വിളിച്ചു തുടങ്ങിയപ്പോ അങ്ങനെ അതൊരു പേരായിട്ട് മാറുകയും മറ്റുള്ളവർ അത് പ്രയോഗിക്കുകയും ചെയ്യും. അതുപോലെ ഓരോ വിഷയങ്ങളും നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ ബോധത്തിലേക്ക് വരുന്നത് ആവർത്തനത്തോടു കൂടിയാണ്. അപ്പൊ ആവർത്തനം ഉണ്ടെങ്കിൽ അറിവ് വളരും, ആവർത്തനം ഇല്ലെങ്കിൽ അറിവ് മുരടിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഈ ആവർത്തനം കൊണ്ട് നമ്മൾ ഒരു മന്ത്രമായാലും ദീക്ഷയായാലും ഏതായാലും ഒരു ഉദാഹരണത്തിന് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന ആദ്യ കാലഘട്ടത്തിലും ഒരു ലെസൺ എടുത്തു കഴിഞ്ഞാൽ അത് പഠിച്ചോണ്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്, വീട്ടിൽ പോയ ആ പുസ്തകം എടുത്തിട്ട് 100 കണക്കിന് പ്രാവശ്യം അത് ആവർത്തിച്ച് പഠിക്കുകയും അതിലെ തത്വങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ആരും എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആവർത്തന സ്വഭാവം കൊണ്ടാണ് നമ്മുടെ അറിവുകൾ നിലനിൽക്കുന്നത്, ബോധാവസ്ഥയിൽ അത് സ്ഥിരമായി നിൽക്കുന്നത്. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ അതെപ്പോൾ ചോദിച്ചാലും അതിന് ഉത്തരം നമുക്ക് പറയാൻ കഴിയും. അത് പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് വളരെ കൂടുതൽ ബന്ധമുള്ള കാര്യമായിരിക്കും. അപ്പോഴേ ഗുരുക്കളെ, ഈ മന്ത്രങ്ങള് ഒരു അജപജപ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഓറയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ പേര് വിളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ്. നമ്മുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് ഉണരുകയാണ്. അപ്പൊ ആ ശബ്ദം, ആ അക്ഷരങ്ങളാണെങ്കിൽ പോലും അതിനൊരു സൗണ്ട് വേവ്സ് ഉണ്ട്. ആ വേവ്സ് കേൾക്കുന്നുണ്ട് നമ്മൾ ഹൈ കോൺസെൻട്രേഷനിൽ എത്തുകയും അത് ശ്രദ്ധിക്കപ്പെടുകയും അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പെരുമാറുകയൊക്കെ ചെയ്യുന്നില്ലേ. അപ്പൊ അതുപോലെയാണ് മന്ത്രങ്ങൾ. ഒരാവർത്തന സ്വഭാവം കൊണ്ട് ഒരു മന്ത്രം, ഉദാഹരണത്തിന് ഏറ്റവും ഏകമന്ത്രം എന്ന് പറയുന്നത് ഓംകാരമാണ്. ഓം എന്ന് പറയുന്ന ശബ്ദം കേട്ടാൽ തന്നെ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ആത്മീയമായ ഉണർവാണ്. അതൊരു ശബ്ദ തരംഗമാണ്. അത് ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാകും. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ഒരു ശിവത്വം മനസ്സിൽ വരുന്നത്. ശിവൻ എന്താണെന്നും ആ ശിവന്റെ രൂപവും അതുപോലെ തന്നെ ആ ശബ്ദത്തിന്റെ പ്രത്യേകതകളും അങ്ങനെ അത് ആവർത്തിക്കപ്പെട്ടാൽ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേക സുഖവും അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം കൊണ്ട് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും എല്ലാം ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഒന്ന് വിശ്വസിക്കുകയും ആ ശബ്ദതരംഗങ്ങളെ ആവർത്തിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ മാത്രമല്ല ആത്മാവിനെ പോലും അത് ഉത്തേജിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഓരോ മന്ത്രത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഒരു മന്ത്രം കൊണ്ട് ഇപ്പൊ നമശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷര മന്ത്രമാണ്. അതിൽ എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളെ പറ്റിയും പഞ്ചേന്ദ്രിയങ്ങളെ പറ്റിയൊക്കെയുള്ള വിവരണങ്ങൾ ആ 5 അക്ഷരത്തിൽ തുടങ്ങുകയും എന്നാൽ പ്രപഞ്ചം മുഴുവൻ അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്നുള്ള പരമാർത്ഥം പിന്നീട് പഠിക്കുന്നവർ മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ ഓരോ അക്ഷരങ്ങളും ആദ്യ അക്ഷരങ്ങളായിട്ട് തോന്നുന്നുവെങ്കിലും അതിനകത്തുള്ള ഗഹനമായ
അർത്ഥവ്യാപ്തിയുള്ള സൗണ്ട് വേവ്സ് ആണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആരോ വന്നിട്ട് ഗുരുക്കളുടെ ഓറ എന്തോ ഒരു സയന്റിഫിക് മെഷീൻ വെച്ച് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് എത്രയോ വലിപ്പത്തിൽ അത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഗോവയിൽ നിന്ന് ഒരു ടീം എന്റെ ഓറ ടെസ്റ്റ് ചെയ്യാൻ വന്നിരുന്നു. ഞാൻ അറിയാതെ തന്നെ അവര് വന്നതാണ്. അവര് പത്രങ്ങളിൽ കൂടിയും ടി വി കൂടെയും കിട്ടിയ അറിവിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചൂണ്ടുവർമ്മം നോക്കുവർമ്മം എന്നുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു നല്ല പരസ്യം എന്നെ പറ്റി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു മെഷീനുമായിട്ട് ഒരു ദിവസം കളരി വരികയും കളരി വന്നിട്ട് എന്റെ ഓറ ടെസ്റ്റ് ചെയ്തു. ഒരു ഉപകരണം കൊണ്ടുവന്ന് എന്റെ ദേഹത്ത് തൊടുകയും അത് കളരിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ ഓറയുടെ ബലം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കാൽക്കുലേഷൻ, അതിനകത്തൊക്കെ റീഡിംഗ് ഒക്കെ ഉണ്ട്. അത് ചെയ്യുകയും ചെയ്തതിനു ശേഷം അവര് പറഞ്ഞു, ഈ ചെറിയ കളരിയില് 42 അടി മാത്രമുള്ള ഈ ഷെഡിനകത്ത് നിന്നുകൊണ്ട് അത് അളക്കാൻ കഴിയുന്നില്ല, അതിന് പുറത്താണ് ഇതിന്റെ അളവ്, അതുകൊണ്ട് നമുക്ക് റോഡിൽ പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു മർമാസനത്തിൽ നിന്ന് ഒരു 500 അടി അകലെ പോയി നിന്ന് ആ മെഷീൻ വെച്ചിട്ട് ടച്ച് ചെയ്തിട്ട് പുറകോട്ട് സഞ്ചരിച്ചു. അപ്പൊ അത് എത്ര പുറകോട്ട് പോയിട്ടും 500 അടിക്ക് കൂടുതൽ പുറകോട്ട് പോയപ്പോഴും ആ ബന്ധം അങ്ങനെ നിലനിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ അവര് പറഞ്ഞു, ഇത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്, ഇത് ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഓരോരുത്തർക്കും ഓരോ വസ്തുവിനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുഷ്യന് മാത്രമല്ല എല്ലാ വസ്തുക്കൾക്കും അതിന്റെ ഒരു ഔറയുണ്ട്, അതിന്റെ ഒരു ഓറയുണ്ട്, ആ ഓറ വലയമുണ്ട്. ആ വലയത്തില് ആ വസ്തുവിന് സ്വാധീനമുണ്ട്. അതുപോലെ ഒരു വ്യക്തിക്കും ഓറയുണ്ട്, ജീവിക്കും ഓറയുണ്ട്. അത് മൃഗമായാലും പക്ഷിയായാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പരിധി വരെ അതിന്റെ ഓറ നിലനിൽക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ആ ഓറ എന്ന് പറയുന്നത് അതിന്റെ കോൺഷ്യസ് വലയമാണ്, അതിന്റെ ബോധാവസ്ഥ നിലനിൽക്കുന്ന ഒരു ഏറിയ. അപ്പൊ അത് എല്ലാ ജീവികൾക്കും ഉണ്ട്, ഇറുമ്പും അതിന് എല്ലാ ജീവികൾക്കും ഉണ്ടെന്ന് അതിന്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ള ഓറ എന്നില് ഒരു 500 അടിയിൽ കൂടുതൽ ഉണ്ട്. സാധാരണ ഇന്ത്യയിൽ പലർക്കും അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ 100 അടിയിൽക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് അവരുടെ സിലബസിൽ തന്നെ ഉൾപ്പെടുത്തി ഇത് പാഠവിഷയമായിട്ട് സ്വീകരിക്കാൻ അവര് ഗോവ യൂണിവേഴ്സിറ്റി ആലോചിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവര് അത് എടുത്തോണ്ട് പോയി. അപ്പൊ അത് റിക്കാർഡിക്കലായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് തന്നിട്ടാ പോയി. ഓക്കെ 500 ഫീറ്റ് അത് വലിയൊരു ഡിസ്റ്റൻസ് ആണ്. എനിവേ ഗുരുക്കളെ, പലതരം ഗുണങ്ങൾ, രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഗുരുക്കളെ, നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയിലാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഫങ്ഷനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സാത്വിക ഗുണത്തിൽ മാത്രം ഇരിക്കാൻ പറ്റില്ലല്ലോ. അതായത് ഒരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ഹാവ് രജോ ഗുണം, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അതിനെപ്പറ്റി ഗുരുക്കളുടെ ഒരു ടേക്ക് എന്താണെന്ന് അറിഞ്ഞാൽ. അതായത് എല്ലാ ജീവികൾക്കും ഈ 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ എന്നാണ് അതിന് അറിയപ്പെടുന്നത്. തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം. തമോ ഗുണം എന്ന് പറയുന്ന ഒരു അറിവില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും സംഭാഷണങ്ങളും കർമ്മങ്ങൾ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അങ്ങനെ കർമ്മങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ തമോ ഗുണം എന്ന് പറയുന്നത്. തമസ് ഇരുട്ട്. അതേസമയം രജോ ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അതില് നിയന്ത്രണാതീതമായിട്ട് വ്യക്തിത്വം വരികയും നമ്മളെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ ചില സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഉയരാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം മറ്റുള്ളവർക്ക് അതൊരു അലോക്യമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള രജോ ഗുണം അവനവൻ തന്നെ രജസാണ് അല്ലെങ്കിൽ മിന്നിത്തിളങ്ങുന്നതാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം അത് സ്വഭാവത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് രജോ ഗുണമായിട്ടും, സത്വഗുണം എന്ന് പറഞ്ഞാൽ മനസ്സ് അടക്കി നിർത്തുക. ഏത് അവസ്ഥ വന്നാലും മനസ്സിനെ അടക്കി നിർത്തുക, മനം തന്നെ അടക്കം വേണം. ആസ്തിമുനി പറഞ്ഞ കാര്യമാണ്, കൊടിയതാന കോപമില്ലാതിലേക്ക് വേണം. കോപം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തന്നെ അങ്ങ് നശിപ്പിക്കണം. അപ്പൊ ഈ അവസ്ഥ ഉണ്ടാകുന്നത് സ്വാത്വികമായ അവസ്ഥയാണ്. അത് സാധാരണ യോഗികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. മനുഷ്യന്റെ നിലയിൽ നിന്ന് ഉയർന്നു പോകുമ്പോഴാണ് യോഗിയാകുന്നതും ഈശ്വര തുല്യനാകുന്നതും എല്ലാം മനസ്സിനെ നമ്മൾ അടക്കം ചെയ്യുന്നതിനനുസരിച്ചാണ്. എത്രത്തോളം സമൂഹത്തിന്
നന്മ ചെയ്യാൻ കഴിയുമോ ആ തരത്തിൽ നമ്മുടെ മനോഭാവം വളരുകയും നമ്മുടെ പ്രവർത്തികൾ അതിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ ആയിട്ട് തന്നെ മനുഷ്യൻ മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ നമ്മൾ പല ഈശ്വരന്മാരെയും ഈ ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ പല വ്യക്തിത്വങ്ങളാണ് പിന്നെ ഈശ്വരത്വമായിട്ട് മാറുന്നത്. അപ്പൊ അത് ആ ഉയർച്ച ഉണ്ടാകുന്ന അവരവരുടെ കഴിവുകൊണ്ട്, അവരുടെ സ്വാത്വികമായ പ്രവൃത്തി കൊണ്ട്, അവരുടെ ചിന്താഗതി കൊണ്ട് അങ്ങനെയൊക്കെയാണ് വളർന്നു വരുന്നത്. അപ്പൊ അതിനൊരു ഭൗതികമായ അല്ലെങ്കിൽ അതിനൊരു അടിത്തറ കാണും. ഇപ്പോ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു കുട്ടി വളർന്നു വരുന്ന രക്ഷിതാക്കളുടെ സംരക്ഷണത്തിൽ അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടിയൊക്കെയാണ്. അപ്പൊ അവരെന്താണോ പകർന്നു കൊടുക്കുന്നത് അതായിരിക്കും നമ്മളിലും വളർന്നു വരുന്നത്. മക്കളെ നിങ്ങൾ കള്ളം ചെയ്യരുത്, മോഷ്ടിക്കരുത്, സത്യം തന്നെ പറയണം എന്നൊക്കെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ആ കുട്ടിക്കാലത്ത് തന്നെ രക്ഷകർത്താക്കളുടെ വാക്കുകൾ അവരുടെ ഉള്ളിൽ ഒരു തട്ടുകയും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അമ്മയോ അച്ഛനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് വഴിതെറ്റാതെ അവര് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അത് കിട്ടാത്തവരെ സംബന്ധിച്ചോളം അന്ന് അപ്പോഴപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വെച്ച് അവര് അവരുടെ വിജയത്തിന്, വ്യക്തിപരമായ വിജയത്തിന് വേണ്ടി പലതും കാണിച്ചിരിക്കും. അപ്പൊ അതിൻ്റെതായുള്ള വശങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും അക്രമങ്ങളും തർക്കങ്ങളും കത്തിക്കുത്തുകളും ഒക്കെ നടക്കുന്നില്ലേ. ഇപ്പം പഴയ കാലങ്ങളിൽ നിന്നും പഴയ കാലത്ത് ഇത്ര ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ഇപ്പോൾ അത് സാർവത്രികമായ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു വ്യവസ്ഥയായിട്ട് മാറിയിരിക്കുക. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ രക്ഷകർത്താക്കൾ അവരുടെ ജോലി ചെയ്യുന്നു എന്ന് പരീക്ഷിക്കേണ്ടതാണ്. അവര് പ്രധാനമായിട്ട് അവര് രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിലേക്ക് നയിക്കുന്നതിന് അവരെന്ത് പങ്കാണ് വഹിക്കുന്നത് സ്വയം ഒന്ന് ആലോചിക്കേണ്ട കാലഘട്ടമാണ്. ഗുരുക്കളെ, എന്തുകൊണ്ടാണ് അത് ഞാനിത് കൂടുതൽ കണ്ടിട്ടുള്ളത് കേരളത്തിലാണ്. ഒരു ഇൻടോളറൻസ് ഉണ്ട് എല്ലാവർക്കും. ആ ഒരു കേൾക്കാനും ക്ഷമിക്കാനും ഒന്നുമുള്ള ഒരു ഇതില്ല. ഇപ്പൊ ചെറിയൊരു റോഡ് റേജ് തന്നെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും കത്തിയെടുത്ത് കുത്തി കൊല്ലുക, സ്വന്തം അച്ഛനെയും അമ്മയൊക്കെ അടിച്ചു തലയെ അടിച്ചു ഇത് ചെയ്ത് ചെയ്യുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ അതിന്റെ കാരണം. അതായത് ക്ഷമാബലം അശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമ. ക്ഷമയാണ് ബലം. ഒരു മനുഷ്യന്റെ ബലം എന്ന് പറയുന്നത് ശാരീരിക ശക്തിയല്ല, അവന്റെ മനസ്സിന് മറ്റ് വ്യക്തികളുമായിട്ടോ സമൂഹമായിട്ടോ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അനവസരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കാനുള്ള കഴിവ് നേടിയെടുക്കുക. ആ ക്ഷമയാണ് ബലം. അങ്ങനെ ക്ഷമിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊന്ന്. ശക്താനാം ഭൂഷണം ക്ഷമ. ശക്തനാണ് ശാരീരികമായും മാനസികമായിട്ടും ഒരാൾ ശക്തനാണെങ്കിൽ അയാളുടെ ഏറ്റവും നല്ല ഭൂഷണം എന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള കഴിവാണ്. അപ്പം ശക്തനായാലും അശക്തനായാലും ക്ഷമിക്കാനുള്ള കഴിവാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ വിദ്യാർത്ഥികളെയും ഞാൻ അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യും. ഓക്കെ. ഗുരുക്കളെ, ആരാണ് ശരിക്കുള്ള ശത്രുക്കൾ? റിയൽ എനിമീസ് ആരാണ്? നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു ശത്രു നമുക്ക് എതിരായിട്ട് വേറെ ഇല്ല. നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അത് അറിവ് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്നതാണ്. ബോധാവസ്ഥയിൽ ഉണ്ടാകുന്ന തകരാറുകൾ കൊണ്ട്, യഥാർത്ഥ ബോധം എന്താണോ അത് മനസ്സിലാക്കാത്തത് കൊണ്ട്, അപ്പം കിട്ടിയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഓരോന്നും വിലയിരുത്തുന്നത് കൊണ്ടൊക്കെ നമുക്ക് തെറ്റുകൾ സംഭവിക്കും. അപ്പൊ ഒരു വ്യക്തി ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൂടാതെ അവന്റെ ആത്മബോധത്തിൽ നിന്ന് ശരിയും തെറ്റും വേർതിരിച്ചറിയുവാനും തെറ്റിനെ വർദ്ധിക്കുവാനും ശരിയെ ഉൾക്കൊള്ളുവാനുമുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ വഴിതെറ്റി പോകാറുണ്ട്. ആ സാഹചര്യങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ സ്ഥിതിയും ആ സാഹചര്യങ്ങൾ പെട്ടുപോയാൽ ഉണ്ടാകുന്ന വിപത്തുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകരാറുകളും ഒക്കെ ഒന്ന് ആലോചിക്കുകയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആദ്യം എടുത്തു ചാടി ആ പ്രവൃത്തി അങ്ങ് ചെയ്യുക. നമ്മൾ എന്താഗ്രഹിക്കുന്നോ സഡനായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മളങ്ങ് പ്രവർത്തിക്കും. പക്ഷെ ആ വിഷയത്തെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. ഇപ്പൊ കൊല്ലത്ത് പോയി കൊല്ലം വരെ പോയിട്ട് വരണമെന്ന് പറയുമ്പോൾ അയാൾ എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്താവശ്യത്തിന് വേണ്ടി ഒന്നും ചിന്തിക്കാതെ ഞാൻ കൊല്ലത്തുടനെ പോയി വരാമെന്ന് പറയുന്നത് എന്താ അർത്ഥം? അപ്പൊ എന്തിനു വേണ്ടിയാണെന്ന് ആദ്യം ചിന്തിക്കട്ടെ. നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ
വ്യക്തിത്വം കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കർമ്മത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, അത് എന്തിനു വേണ്ടി നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന എന്തിനു വേണ്ടി, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ഉദ്ദേശം നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് സമൂഹത്തിനോ നമുക്ക് വ്യക്തിപരമായിട്ടോ ഗുണമാണോ ദോഷമാണോ സംഭവിക്കുക എന്നൊന്നും ചിന്തിക്കാതെ എന്തെങ്കിലും കേട്ടാൽ ഉടനെ പ്രവർത്തിക്കുന്ന സ്വഭാവം, എന്തെങ്കിലും കണ്ടാൽ ഉടനെ അതിന്റെ ഒരു വഴക്കൂടുന്ന ആള് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പിടിച്ചു മാറ്റാൻ ചെല്ലുന്നവൻ ആദ്യം ഒരു വാഹം ചേർന്നുകൊണ്ട് ആ ആ അവസ്ഥയില് ശത്രുവിനെ മിത്രമാക്കുകയും മിത്രത്തെ ശത്രുവാക്കി ആക്കുന്ന അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതലും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനവൻ സ്വയം ഒരു പ്രവർത്തിക്ക് മുമ്പ്, ഒരു കർമ്മം ചെയ്തതിന് മുമ്പ് അവനവൻ തന്നെ അതിന്റെ ശരിയും തെറ്റും ബോധ്യപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഗുരുക്കളെ, നമ്മളിപ്പം ആത്മരക്ഷ തന്ത്രയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ, ഗുരുക്കള് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഗുരുക്കള് റിസർച്ച് ചെയ്ത് പല കാര്യങ്ങളും കണ്ടുപിടിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ആത്മരക്ഷതന്ത്രം എന്ന് പറയുന്നത്. ഞാൻ തന്നെ കൊടുത്ത ഒരു പേരാണ്. ആത്മാവ് എന്ന് പറയുന്നത് ജീവന് അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെ തന്നെ രക്ഷിക്കാൻ ഇപ്പം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ആത്മാവ് എന്ന് പറയുന്നത് അതിന്റെ അവസാനത്തെ അഗ്രഹത്തിലുള്ള ഏറ്റവും ഉന്നതമായ ഒരു സ്ഥിതിവിശേഷമാണ്. അതിൽ നിന്നാണ് ജീവൻ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പം ആത്മബോധം ഇല്ലാത്ത ഒരാളുടെ പ്രവൃത്തികൾ മുഴുവൻ അയാളുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഒരു വെല്ലുവിളിയായിരിക്കും. അപ്പൊ ആത്മബോധം കിട്ടണമെന്നുണ്ടെങ്കിൽ അവന്റെ സ്വബോധം എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഡെവലപ്പ് ചെയ്ത് ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കണം, ഒരു പ്രവൃത്തിയെപ്പറ്റി ചിന്തിക്കും. ഇപ്പൊ ഈ പ്രവൃത്തിയും മനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്രവർത്തനം നടക്കുന്നത്. ആ പ്രവൃത്തി എന്താണോ അതിന്റെ ഗുണദോഷങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിനോ വ്യക്തിക്കോ നന്മയൊന്നും ഉണ്ടാകുന്നില്ല, ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ആത്മരക്ഷ തന്ത്ര എന്ന് പറയുന്നത് ആത്മാവിൽ കൂടിയുള്ള തന്ത്രങ്ങൾ, അതായത് ബോധാവസ്ഥയാണ്. ആത്മാവെന്ന് പറയുന്നത് ആത്മബോധമാണ്, ശരീരബോധമല്ല. ശരീരബോധം എന്ന് പറയുന്നത് ആത്മബോധം എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പൊ മനസ്സിന്റെ ബോധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന മറ്റൊന്നാണ്. അപ്പൊ ഓരോ തലത്തിലും ബോധാവസ്ഥയില് ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയാണ് ആത്മബോധം എന്ന് ഞാൻ കാണുന്നത്. ആ ആത്മബോധത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ സദ്ഗുണങ്ങളായിട്ട് മാറ്റിയെടുക്കുവാനും അത് ജീവിതത്തിലേക്ക് പകർത്തുവാനും അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കാനുമുള്ള ഒരു ബോധാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആത്മബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ കഴിയുമെന്നുള്ളത് ഞാൻ ആത്മരക്ഷ തന്ത്ര എന്ന് പറയുന്ന ബുക്കിനകത്ത് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പരിശീലനം കൊണ്ട് ഇതറിയാൻ വയ്യാത്ത വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം.